ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒട്ടുമിക്ക പാർട്ടികളും കോൺഗ്രസിൽ നിന്നും വഴിപിരിഞ്ഞു വന്നവയാണ്. സംസ്ഥാനത്തും കോൺഗ്രസ് വിട്ട് മറ്റ് പാർട്ടികൾ രൂപീകരിച്ച ഒട്ടനവധി നേതാക്കളുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്തുള്ള ചെറിയ പാർട്ടികൾ മിക്കതും കോൺഗ്രസിൽ നിന്നും വേർപിരിഞ്ഞവരാണ്. ഇപ്പോഴിതാ ഇനിയും ഒരു പിളർപ്പിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി പോകുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വദ്രയുടെയും പിന്തുണയോടെ പത്തനംതിട്ട എംപിയായ ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കിയാൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പാർട്ടി അണികളുടെ പിന്തുണയില്ലാതെ ആരെ പ്രസിഡന്റ് ആക്കിയാലും പാർട്ടിയിൽ നിന്നും വിട്ടുപോകാനാണ് ഒരു വിഭാഗത്തിന്റെ ആലോചന. ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുക. ഗ്രൂപ്പ് പ്രവർത്തനം പഴയ പോലെ കോൺഗ്രസിൽ ശക്തമല്ലെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് I ഗ്രൂപ്പുകൾ സംസ്ഥാനത്ത് ശക്തമാണ്. ഇതിൽ Iയിൽ പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗത്തെ VD സതീശനും മറുവിഭാഗത്തെ KC വേണുഗോപാലും അടർത്തിയെടുത്തെങ്കിലും രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന പഴയ I ഗ്രൂപ്പ് ഇപ്പോഴും പൂർണ്ണമായും തകർന്നിട്ടില്ല. മാത്രമല്ല, അടുത്ത കാലത്തായി ചെന്നിത്തല പാർട്ടിയിൽ കൂടുതൽ കരുത്തനായി മാറിയിട്ടുണ്ട്. NSSന്റെയും SNDP യൂണിയന്റെയും പിന്തുണ ആർജിക്കാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പ്രമുഖ A ഗ്രൂപ്പ് നേതാക്കളായ T സിദ്ദിഖ്, ഷാഫി പറമ്പിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ A ഗ്രൂപ്പ് വിട്ട് KC വേണുഗോപാൽ, VD സതീശൻ വിഭാഗങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിലും PC വിഷ്ണുനാഥ്, ബെന്നി ബെഹനാൻ, KC ജോസഫ് തുടങ്ങിയ ഗ്രൂപ്പ് നേതാക്കളുടെ കീഴിൽ ഇപ്പോഴും A വിഭാഗം ശക്തരാണ്. ഹൈക്കമാൻഡ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിക്കുന്ന പേരുകളൊന്നും തന്നെ A ഗ്രൂപ്പ് അംഗീകരിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിൽ പുതിയ KPCC അധ്യക്ഷനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ വൻ കലാപമാണ് കോൺഗ്രസിൽ ഉണ്ടാവുക. അത് പിളർപ്പിലേക്ക് വരെ എത്താനും സാധ്യതയുണ്ട്. പൊതുവെ ദുർബലമായ കോൺഗ്രസിന് ഇനി ഒരു പിളർപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം കേരളത്തിൽ നിലവിലില്ല. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കുവച്ചത് സമാനമായ അഭിപ്രായമായിരുന്നു. തങ്ങളുടെ വിമർശനം കൂടി നേരിടുവാനുള്ള കരുത്ത് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അണികളും വലിയ തോതിൽ നേതൃത്വത്തിന്റെ ഇത്തരം പക്വതയില്ലാത്ത പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ അസ്വസ്ഥരാണ്. ഏതായാലും ഈ സാഹചര്യത്തെ ജാഗ്രതയോടെയാണ് CPM ഉറ്റുനോക്കുന്നത്. മൂന്നാം തുടർഭരണത്തിന്റെ സാധ്യതകൾ കോൺഗ്രസ് ആഭ്യന്തര തർക്കങ്ങളിൽ CPM കാണുന്നുണ്ട്. കോൺഗ്രസിൽ ഒരു പിളർപ്പ് സംഭവിച്ചാൽ പിളർന്നു വരുന്ന വിഭാഗത്തെ ഘടകകക്ഷിയാക്കി മാറ്റാൻ CPMന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കോൺഗ്രസ് NCP, ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങി നിരവധി ആളില്ലാ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകി ഇടതുപക്ഷത്തെ ഘടകകക്ഷിയാക്കി മാറ്റാമെങ്കിൽ വലിയ വിഭാഗം അണികളെ അടർത്തിയെടുത്ത് വരുന്ന കോൺഗ്രസിലെ പ്രബല വിഭാഗത്തെ ഘടകകക്ഷിയാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എളുപ്പത്തിൽ കഴിയും. CPMന്റെ പ്രഖ്യാപിത നയം തന്നെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അംഗീകരിച്ചു വരുന്നവരെ ഉൾക്കൊള്ളുമെന്നതാണ്. കോൺഗ്രസിൽ പൊട്ടിത്തെറി സംഭവിച്ചാൽ അതിന്റെ അലയൊലി മുസ്ലിം ലീഗിലും സംഭവിക്കും. 2026 തെരഞ്ഞെടുപ്പ് അവസാന അവസരമായി കാണുന്ന മുസ്ലിം ലീഗിലെ പ്രബല വിഭാഗത്തിനും ആ ഘട്ടത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതായി വരും. ഇടതുപക്ഷത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം നേതാക്കൾ മുസ്ലിം ലീഗ് തലപ്പത്ത് തന്നെ ഉണ്ടെന്നതും നാം ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസിലെ പുകയുന്ന ഗ്രൂപ്പ് വൈര്യവും അധികാരമോഹവും ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവും നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ആരെയും പിണക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ.